ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കെടുക്കാം. നോക്കൂ, കുറേ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഇന്നലെ കവിത പറഞ്ഞ പോലെ അബുദാബിയിൽ നിന്ന്, സാറേ 2 വർഷത്തോളമായി ഞാൻ യൂട്യൂബ് എല്ലാ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ റിസൾട്ടൊക്കെ കിട്ടും, സാറ് പറഞ്ഞതെന്നൊക്കെ അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന കൺഫ്യൂസ് ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ റിസൾട്ടുകളും കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ എന്നെ മാറ്റപ്പെടുത്തി എടുക്കാം എന്നതിനെ പറ്റി വലിയ പിടിയില്ല. പ്രാക്ടീസ് ചെയ്താൽ പലതും ലഭിക്കുന്നുണ്ട്, ആവശ്യമുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്, അത് പ്രാക്ടീസ് ചെയ്ത് ലഭിക്കുന്നത്. പക്ഷേ എന്നെ മൊത്തത്തിൽ എങ്ങനെ മാറ്റപ്പെടുത്തും? ഇന്ന് രാവിലെ അതേ സാധനം തന്നെ നമ്മൾ മിറാക്കിൾ മോർണിംഗ് ഇരുന്നപ്പോൾ സംസാരിച്ചത്. അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തതെന്ന് എന്തൊക്കെയോ മാറണമെന്നുണ്ട്. എന്താണ് ഞാൻ ഇങ്ങനെ അല്ല വേണ്ടതെന്ന് എനിക്കറിയാം. എന്താ എനിക്ക് വേണ്ടത്? എനിക്ക് എന്തൊക്കെ വേണം? എന്തൊക്കെയോ വേണമെന്നില്ല വ്യക്തമായിട്ട്. രാവിലെ നമ്മൾ രാവിലെ മിറാക്കിൾ മോർണിംഗിൽ സംസാരിച്ചു വരുന്നു, ക്യാൻ ഈസ് ദ പവർ ഓഫ് വേർഡ് ഓഫ് പവർ എന്ന് പറഞ്ഞു. വേർഡ് പവർ എന്നതിനപ്പുറത്തേക്ക് ക്യാനാണ് പവർ. ഈ എനിക്ക് പറ്റും. ഞാൻ നിങ്ങളുടെ ലൈവ് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളിപ്പോൾ മനസ്സിലൊരു തുക വിചാരിക്കുക, ഒരു തുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട വിഷയം, മണി ആയതുകൊണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിലൊരു തുക വിചാരിക്കുക, ഒരു എമൗണ്ട് വിചാരിക്കുക, എത്രയെങ്കിലും ആവട്ടെ. നിങ്ങൾ ആരോടും പറയണ്ട. അത് 1 രൂപ, 100 രൂപ, 1000 രൂപ, ലക്ഷക്കണക്കിന് രൂപ, 1 കോടി രൂപ, 10 കോടി രൂപ, 50 കോടി രൂപ, 100 കോടി രൂപ, 1000 കോടി രൂപ, എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു തുക വിചാരിക്കുക. ഇനി അടുത്ത നിമിഷം നിങ്ങൾക്ക് ആ തുക നേടാൻ സാധിക്കുമോ? ക്യാൻ യു അച്ചീവ് ദാറ്റ് എമൗണ്ട് ഗോൾ? ഉത്തരം എഴുതൂ, പെട്ടെന്ന് എഴുതൂ. ആലോചിക്കരുത്, പെട്ടെന്ന് മറുപടി എഴുതും. യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, നിങ്ങൾക്കത് നേടാൻ സാധിക്കുമോ? നിങ്ങൾക്കത് ഞാൻ മാറ്റുന്നു, ഉണ്ടാക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് ആ കാശ് ഉണ്ടാക്കാൻ സാധിക്കും? എല്ലാവരും ടൈപ്പ് ചെയ്തൊക്കെ ഏതെങ്കിലും വഴിയിലൂടെ എത്തും. യെസ് 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 യെസ്. ഇവിടെ ഉള്ളവരെല്ലാവരും യെസ് പറയും. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. യെസ് പറഞ്ഞവരോട് മാത്രമാണ്, നോ പറഞ്ഞവർ തൽക്കാലം മാറ്റിവെക്കുക. യെസ് എന്ന് പറഞ്ഞവരോട്, 1 കോടി രൂപ, 1 കോടി രൂപ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമോ? 1 കോടി. പെട്ടെന്ന്. ഇനി അടുത്ത ചോദ്യം കൂടി വരുവേ. യെസ് നോ. ഇനി യെസ് പറഞ്ഞവരോട്, അടുത്ത് ആ നോ പറഞ്ഞവർ പോട്ടെ, ഇനി വീണ്ടും യെസ് പറഞ്ഞവരോട് എങ്ങനെ? ആ വേർഡ് എഴുതൂ. എങ്ങനെയാണ് സാധിക്കുക? ആ വാക്ക് എങ്ങനെ എന്നുള്ള ഒറ്റ വാക്കിന് ഉത്തരം വരണം. ഒരൊറ്റ വാക്കിൽ ആ ഉത്തരം കിടക്കുന്നു. എങ്ങനെ എന്നുള്ള ഒറ്റ വാക്കിലെ ഉത്തരം കിടക്കുന്നു. എന്തിലൂടെ നിങ്ങൾക്കത് നേടാൻ സാധിക്കും? എന്ത് മാറ്റിയാൽ നിങ്ങൾക്കത് നേടാൻ സാധിക്കും? യെസ്, ഉത്തരം 1 വന്നു. ഒറ്റ കാര്യം മാത്രം വയ്ക്കുക. 3 കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയോടുള്ള നിരന്തരമായ പ്രാക്ടീസിലൂടെ, പരിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങൾക്കത് നേടിയെത്താൻ സാധിക്കുള്ളൂ. ദാറ്റ്സ് ഓൺലി വൺ തിങ്സ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാത്ത ഒരു മെത്തേഡിലും പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒന്നും നൽകേണ്ടതില്ല. 1 കോടിയോ, കോടാനുകോടി രൂപ യൂണിവേഴ്സിൻ്റെ അടുത്തിരിപ്പുണ്ട്. യൂണിവേഴ്സിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തെറ്റായ പഠിപ്പിക്കലാണ്, വളരെ തെറ്റായ. യൂണിവേഴ്സ് കൊണ്ടുതരും, ഒന്നും കൊണ്ടുതരാനില്ല. എന്തിനാണ് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്? യൂണിവേഴ്സ് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിന് അതിൽ ഒരു പങ്കുമില്ല. യൂണിവേഴ്സ് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. എടുക്കാൻ യൂണിവേഴ്സ് അല്ല തരേണ്ടത്. യൂണിവേഴ്സ് നമുക്ക് സ്വർണ്ണ മഴയായിട്ടും ഡോളർ മഴയായിട്ടും ഒന്നും വേയിച്ചു തരത്തില്ല. യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പോയിട്ട് എടുക്കണമെങ്കിൽ നിരന്തരമായ പ്രാക്ടീസ്, മനഃശക്തിയോടുകൂടിയുള്ള കൺസിസ്റ്റൻസി ആയിട്ടുള്ള പ്രാക്ടീസിന് എത്ര പേര് തയ്യാറാണ്? അവർക്കത് സാധ്യമാകും. അവർക്ക് മാത്രമേ സാധ്യമാകുള്ളൂ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ സാധ്യമാകും, ഇതിലേ വരും, ഇതിലേ പോകും. യൂണിവേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വരും, അതിങ്ങനെ വരും, അങ്ങനെ പോകും. അതാണോ വേണ്ടത്? നിത്യവുമായി നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ നിത്യഭ്യാസിയായിരിക്കണം. ഏതിന്? ആ അബൻഡൻസിൽ നിൽക്കാൻ പറ്റണം. സമ്പത്തിൻ്റെ അബൻഡൻസിൽ നിൽക്കാൻ പറ്റണം. ഈ സമ്പത്ത് എന്ന് പറയുന്നത് പണത്തെ മാത്രം എടുക്കണ്ട കേട്ടോ. നമ്മുടെ മനസ്സൊരു വിസ്മയത്തിൽ കൃത്യമായി എന്തൊക്കെയാണ് സമ്പത്തുകൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങൾ സമ്പത്തുകളാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ സമ്പത്ത് ഉണ്ടാകുന്നത്. മനസ്സൊരു വിസ്മയം നോക്കാത്തവർക്ക് നോക്കാം. സമ്പത്തിനെ പറ്റി 5 തരത്തിലുള്ള സമ്പത്തുകളെ പറ്റി പറയാം. 5 തരത്തിലുള്ള സമ്പത്തുകളും നമുക്ക് വേണം. ഇവിടെ നിത്യമായിട്ടുള്ള
രാവിലെ രാവിലെ കൃത്യം പറഞ്ഞതാണ്, രാവിലത്തെ മിറാക്കിൾ മോർണിംഗ് ക്ലാസ്സിൽ പറഞ്ഞത് ആറ്റിറ്റ്യൂഡ്, വ്യക്തിത്വം നമ്മളെ അതിന് ചേരുന്നതായിരിക്കണം. പിന്നെയോ എനർജി അലൈൻമെന്റ് നടത്തണം. 1 കോടി രൂപ വേണമെങ്കിൽ 1 കോടിയുടെ എനർജി നമ്മളില്ലെങ്കിൽ കാശ് നിൽക്കത്തില്ല കയ്യിൽ. 1 കോടിയുടെ എനർജി അലൈൻമെന്റ് നമ്മൾ എത്തണം. എനർജി അലൈൻമെന്റ് ഒരു സുപ്രഭാതത്തിൽ 1 കിലോ എനർജി പോയി ആർക്കും വാങ്ങിക്കാനൊന്നും പറ്റില്ല. എനർജി അലൈൻമെന്റ് കേൾക്കുമ്പോൾ ഒക്കെ നല്ല സുഖമാണ്, അങ്ങനെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന സംഭവമൊന്നുമല്ല എനർജി അലൈൻമെന്റ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായ പ്രാക്ടീസ് വേണം. ശരീരത്തിന് ഊർജം വേണം, മനസ്സിന് ഊർജം വേണം, എങ്കിൽ മാത്രമേ അകത്തുള്ള ഊർജം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ശരീരത്തിന് ഊർജം എന്താന്ന് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞ അയ്യോ എൻ്റെ കാല്, എൻ്റെ നടു, എൻ്റെ വേദന, ഈ കൈയും കാലും വേദന ഉണ്ടായാലൊന്നും പൈസ വരാതെ ഇരിക്കുന്നില്ല. പക്ഷെ ഈ പറയുന്ന എനർജി ഉണ്ട്, ഊർജ്ജം ഉണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മൾ പരിതപിക്കുന്ന ഊർജ്ജം ഉണ്ടല്ലോ, ഒരു കാലുവേദന ഉണ്ടായാലും പരിതപിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ് നമ്മളെ ലോയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശാരീരിക ഊർജം, മാനസിക ഊർജം, പിന്നെന്താ സ്പിരിച്വൽ ഊർജവും എനർജിയും തമ്മിൽ അലൈൻഡായാൽ മാത്രമേ എനർജി അലൈൻമെന്റ് നടക്കത്തുള്ളൂ. പലരെയും നമ്മൾ കണ്ടതാണ് ഇവിടെ. ആ എനർജി അലൈൻമെന്റ് നടക്കാത്തിടത്തോളം കാലം നമുക്ക് ഊർജ്ജം വെക്കാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ് ചോദിച്ചാണ് കോടികളില്ലാത്തവരാരാണെന്നുള്ളത്. പ്രാക്ടീസിലൂടെ മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസിലൂടെ, അതിനാണ് നമ്മൾ ഇപ്രാവശ്യം ഇതുവരെ ചെയ്യാത്ത ഒരു സെഷൻസ് കൊച്ചിൻ പ്രോഗ്രാമിൽ വെച്ചിരിക്കുന്നത് എനർജി അലൈൻമെന്റ്. കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ വെച്ചപ്പോൾ ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ഒരാൾ എവിടെ നിൽക്കുന്നു നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് 50,000 രൂപയാണ് ഒരാള് എനിക്ക് ചാരിറ്റിക്ക് മാത്രം സംഭാവന തന്നത്. 50,000 രൂപ. അല്ല, 2 പേര് ആ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത്രയും വാല്യൂ ആണ് അവർ അതിന് കൊടുത്തിട്ടുള്ളത്. 2 പേര് 50,000 രൂപ എനിക്ക് തന്നു. അത്രയും മാറ്റാണ് അവർക്ക് ഒരൊറ്റ പ്രോഗ്രാം കൊണ്ടുവന്നത്. ബാക്കിയുള്ളവരെല്ലാം റെഡിയാണ്, ഇപ്പം എപ്പോഴും റെഡിയാണ് അവർ. കാരണം ആ ഒരു ദിവസം കിട്ടിയ ഒരു ഊർജം, എനർജിയെ നമ്മൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. അതാണ് കൊച്ചി പ്രോഗ്രാം പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. ഇതിനെല്ലാം ഇവിടെ വേണം തീരുമാനം. വേണോ, നടക്കുമോ, കിക്കുമോ, പോകുമോ, ഇതൊന്നും നടക്കത്തില്ല. ആ എനർജി ലോ ആണ്. അതിനെ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ആക്സിഡന്റലി പറഞ്ഞു പോയതാണ്. ഞാനിപ്പോൾ പ്ലാൻഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നൊന്നല്ല. രാവിലെ സംസാരിച്ച കാര്യം തന്നെയാണ് ഈ 3 കാര്യം. പിന്നെ ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരു സാധനം വേണം, അർഹത എന്ന് പറയുന്ന സാധനം. എന്താണ് അർഹത എന്ന് പറഞ്ഞാൽ? നമുക്ക് അർഹത ആരും പറയും നിനക്കതിന് അർഹതയില്ല, നിനക്കത് അർഹതയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ എനർജി ലെവൽ ഇതല്ല. ഇതിൻ്റെ എനർജി ലെവൽ നമ്മൾ അലൈൻ ആവുന്നില്ല. 1 കോടി രൂപ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല, 1 കോടി കിട്ടി, എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോയി? വീട്ടിൽ വെക്കാൻ പറ്റും? അങ്ങനെ ലളിതമായിട്ടുള്ള കാര്യം. നോക്കൂ, യൂട്യൂബ് കാണുന്നവരോടും പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന, വീണ്ടും അവിടെ യൂണിവേഴ്സ് എന്ന ആൻസർ വരുന്നുണ്ട്. യൂണിവേഴ്സ് എന്ന് പറയുന്ന സംഭവം നമുക്കൊന്നും നൽകാൻ വേണ്ടിയല്ല, അവിടെ എല്ലാം റെഡിയാണ്. നമുക്ക് വേണ്ടതെല്ലാം റെഡിയുള്ള സ്ഥലത്തിനാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും യൂണിവേഴ്സിലേക്കൊന്നും വരേണ്ടതില്ല. അവിടെ നമ്മൾ പോയി എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പൊ യൂണിവേഴ്സിൽ നിങ്ങൾ പോയി എടുക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കിച്ചണിൽ സിമ്പിളാണ് കാര്യം. നിങ്ങൾ കിച്ചണിൽ പോയിട്ട് ഒരു സാധനം എടുക്കുകയാണ്, കിച്ചണിൽ ആ സാധനം ഉണ്ട്, നിങ്ങൾ എടുക്കണം. എന്താണ് എടുക്കേണ്ടത്? അതെനിക്കറിയില്ലെങ്കിൽ കിച്ചണിൽ ഞാൻ പോയിട്ട് എന്താ എടുക്കാം? ഇപ്പൊ പഞ്ചസാര എടുക്കണം എന്ന് തീരുമാനിച്ച കിച്ചണിൽ പോയി ഞാൻ പഞ്ചസാര എടുക്കും. ചായ ഉണ്ടാക്കണമെന്ന് കരുതി കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കും. ആദ്യം ഞാനിത് എന്താ വേണ്ടതെന്ന് എനിക്കറിയണ്ടേ? അല്ലെങ്കിൽ കിച്ചണിൽ പോയിട്ട് എന്താ കാര്യമുള്ള? ഇപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് ചോദിക്കുക, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ ലേഡീസ് ആയതുകൊണ്ട് നിങ്ങൾ കിച്ചണിലെ ഏറ്റവും അടുത്ത ആൾ, നിങ്ങൾ അടുത്ത ആൾ കിച്ചണാണല്ലോ. അതുകൊണ്ട് കിച്ചണിൽ പോകുന്ന പോലെ ഞാൻ യൂണിവേഴ്സ് എന്ന് വിചാരിച്ചാൽ മതി. കിച്ചണാണെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാം ഉണ്ട്. അബൻഡൻസ്, അരിയുണ്ട്. അല്ല, അരിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അബൻഡൻസ്. അരിയുണ്ട്, അരിയിൽ പുഴുത്തി വെച്ച കാശുണ്ട്, നോട്ടുകെട്ടുകൾ പുഴുത്തി വെച്ച പണ്ടത്തെ രീതിയിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എടുക്കണമെങ്കിൽ എനിക്ക് ലക്ഷ്യം വേണം. ഇത് എന്ന കാര്യത്തിനാണ് പോകുന്നത് എന്നുള്ള ഇതാണ് പലരും മിസ്സാവുന്നത്. അപ്പോൾ ഈ എനർജി അലൈൻമെൻ്റാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എനർജി അലൈൻമെൻറ്റ് നിങ്ങൾ നടത്തണം. അർഹതാബോധത്തിലേക്ക് നമ്മൾ എത്തണം. മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ എല്ലാം പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായ കാര്യം. ഇവിടെ മായവും മന്ത്രവും ജാലവും ഒന്നും നിങ്ങൾ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് കാര്യമേ അല്ല, അതൊരു റിയൽ ലോജിക്കാണ്.
റിയൽ സയൻസ് ആണ്. ഇവിടെ വൈബ്രേഷൻ മാറ്റാനുള്ള പരിപാടിയാണ്. ബ്രെയിനിലെ നമ്മുടെ തോട്ട്സുകൾ മാറുമ്പോൾ നമ്മുടെ വികാരം മാറുന്നു, വികാരം മാറുമ്പോൾ വൈബ്രേഷൻ മാറുന്നു, വൈബ്രേഷൻ മാറുക എന്ന് പറഞ്ഞാൽ ഊർജ്ജമാറ്റം ഉണ്ടാകുന്നു. ഊർജ്ജമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രകമ്പനം, വൈബ്രേഷൻ നമ്മൾ പ്രകമ്പനം മാറുന്നു. അപ്പോൾ ആ പ്രകമ്പനത്തിൽ പെട്ട സാധനങ്ങളെ നമുക്ക് പിടിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതിനൊന്നും വേറെ വേറെ അയ്യോ ഞാനിത് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ല. ഇവിടെ നിങ്ങൾ തന്നെ ചെയ്ത് മേടിക്കുന്നതാണ്. ഞാനിത് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് പറയാൻ മാത്രം. ഇവിടെ ഒന്നുമില്ല, വേറെ ഒരു റോളും എനിക്കില്ല. ഞാനും ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഞാനും നിൽക്കുന്നത്. അത്രയേ ഉള്ളൂ. മന്ത്രമില്ല, മായമില്ല, ജാലമില്ല എന്നൊക്കെ പറയേണ്ടി വരുമല്ലേ. അതൊന്നുമില്ല, അങ്ങനത്തെ ഒന്നും എടുക്കണ്ട. അതിൻ്റെയൊക്കെ കഥ വേറെയാണ്. അതൊക്കെ വേറെ ചെയ്യുന്നവർ ചെയ്യട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് റിയൽ സയൻസിലോ റിയൽ രീതിയിൽ നമ്മുടെ പ്രാക്ടീസിലൂടെ, നിത്യമായ പ്രവർത്തനത്തിലൂടെ, നിത്യമായ അഭ്യാസത്തിലൂടെ നമുക്കെല്ലാം നേടാൻ പറ്റും. കറക്റ്റായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, അധിക സമയമല്ലേ അല്ലേ? യെസ്, എല്ലാവരും യെസ് എന്ന് പറഞ്ഞേ. നിത്യമായ അഭ്യാസത്തിലൂടെ, പ്രാക്ടീസിലൂടെ നമുക്ക് എല്ലാം നേടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞേ. എല്ലാവരും ഒന്നുകൂടി നോക്കട്ടെ. പേരടക്കം എഴുതിയിട്ട് യെസ് ഓർ നോ എഴുതി. ഇത് നമുക്ക് കൃത്യമായി സ്ഥാപിച്ചെടുക്കണം. നമ്മൾ മിറാക്കിൾ മോർണിംഗിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് കുറേ സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് അടക്കം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്തോളൂ. എല്ലാം വേണം. ഇന്ന് ഞാൻ പുറത്ത് പോയി കുറേ സാധനം മേടിച്ച് ഞാൻ എല്ലാം അതിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം. ഇവിടെ കടം വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്യാവോ? എല്ലാവരും ഒരു റിക്വസ്റ്റാണ്. കടം വന്ന് ഒരുപാട് ബാധ്യത, എനിക്ക് കടം വന്നു, അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലോ. എല്ലാവരോടും ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റാണ്. നിങ്ങളൊരു 5 വർഷത്തെ നിങ്ങളുടെ വരവ് ചെലവുകൾ നിങ്ങൾക്ക് ഒന്ന് എഴുതാൻ പറ്റുമോ? എവിടെയാണ് പാളിയത് എന്ന് അതറിഞ്ഞ വിഷയമില്ലല്ലേ. എന്നാൽ ഇതുവരെ സംഭവിച്ചില്ല. ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരങ്ങളെ, ഇനിയെങ്കിലും എത്ര വരുന്നു, എത്ര ചിലവാകുന്നു ഒന്ന് ചെറുതായിട്ടൊരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാൻ പറ്റുമോ? അത് മാത്രം മതി. നമ്മൾ അപ്പോൾ മനസ്സിലാക്കും. നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവിടെ നമുക്ക് വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. എവിടെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ മാറ്റം തുടങ്ങും. നിങ്ങൾ ചെലവിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വരവിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വരവ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കടത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ കടം കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ദാരിദ്ര്യം കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സമ്പന്നതയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ സമ്പന്നത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരോഗ്യത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ആരോഗ്യം കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വയ്യായ്മയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ വയ്യായ്മ കൂടിക്കൊണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഇത് പ്രപഞ്ച സത്യമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അപ്ലൈ ആയ ദൈവത്തിൻ്റെ സത്യം, മറ്റൊന്നുമല്ല. ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പലരുടെയും വിഷയങ്ങൾ കിടക്കുന്നത് ഇവിടെ തന്നെയാണ്. എഴുതി വെക്കാൻ തുടങ്ങിയവരിൽ എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, എന്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പോലും തീരുമാനിക്കുക. എന്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്? എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്? എന്താണ് വേണ്ടത് എന്നുള്ളത്. ഇന്ന് രാവിലെ ഞാൻ മിറാക്കിൾ മോട്ടിവേഷനിൽ എല്ലാവരും പറഞ്ഞു, എന്തൊക്കെ എനിക്ക് പറ്റും? എല്ലാം പറ്റണമെന്ന് ആരും വിചാരിക്കുന്നത് എവറിത്തിങ് യു കനോട്ട് ഡു ഇറ്റ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തില്ല. ഇതൊക്കെ മാറ്റപ്പെടുത്തുന്ന കുറേ പ്രക്രിയകൾ നടന്നുകൊണ്ട് മാത്രമേ മാറ്റപ്പെടുത്തൂ. കാരണം നിലവിൽ നമ്മുടെ കയ്യിൽ കുറേ അറിവ് വേണം, അതിന് ഉപയോഗിക്കുന്ന രീതി വേണം. എന്നാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. അപ്പം അതിനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മെമ്പർഷിപ്പ് ക്ലാസ്സിൽ വന്നവർ പറഞ്ഞ ഉത്തരവ് നിങ്ങൾ തന്നെ ഇവിടെ നോക്കിയാൽ മതി, ചാറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. മെമ്പർഷിപ്പിൽ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ പറയുന്ന ഉത്തരവും മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആൾക്കാർ പറയുന്ന ഉത്തരവും തമ്മിൽ വ്യത്യാസം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഇതിനെ 10 രീതിയിൽ വിശദീകരിച്ച് നിങ്ങൾക്ക് ഇവിടെ പറയുന്ന 1 മണിക്കൂർ പറയുന്ന കാര്യത്തെ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. അത്രയും ഷോർട്ട് ചെയ്ത് ക്രിപ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്നിട്ടോ നിങ്ങളിതെല്ലാം കേട്ട് പോകുന്നു. അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരും പ്രാക്ടീസ് ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 9:30 മണിക്കത്തെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. വൈകിട്ട് എല്ലാവരും രാത്രി വരെ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ മാറ്റം വരാതിരിക്കാൻ പറ്റുമോ? പ്രാക്ടീസ് മാത്രമാണ്. ലൈവ് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ലൈവ് പ്രാക്ടീസ് നിർബന്ധമാണ്. അതിൻ്റെ മാറ്റമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. 1, 2, 3, 4, 5 മാസങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ.
അതിന് സാധിക്കാത്ത പിന്നെയും അതിന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വൈൽഡ് എനർജി ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ്, നിങ്ങളെല്ലാവരും കണ്ടതാണ്. ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, സ്ഥിരമായി ക്ലാസ്സിൽ കയറി പങ്കെടുക്കുന്നവർ, ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ എനർജി 70 എബോവും, ക്ലാസ്സിൽ കയറിയിട്ട് പോലും പ്രാക്ടീസ് ചെയ്യാത്ത ഒരു എനർജി 70 താഴെയാണ്. നിങ്ങൾ കണ്ടാണ്, ഞാനൊന്നും പറഞ്ഞില്ല. ഇത്രയും ആൾക്കാരുണ്ടായില്ലേ. പ്രാക്ടീസ് ചെയ്യണം. ഇതിൻ്റെ അർത്ഥം പ്രാക്ടീസ് ചെയ്യുക. എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ ടെക്നിക്ക് തരുന്നുണ്ടാവും, അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം ഒന്നിച്ചു കൂട്ടുന്ന പ്രാക്ടീസുകളാണ് നമ്മൾ മെമ്പർഷിപ്പ് ക്ലാസ്സുകളിൽ നടത്തുന്നത്, എല്ലാത്തിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യം. അപ്പോൾ ഇന്ന് മറ്റൊരു കാര്യം കൂടി പറയാം. കൊച്ചി പ്രോഗ്രാം ഞാൻ വീണ്ടും പറഞ്ഞു, എനർജി അലൈൻമെൻറ്റ് എല്ലാവരും ബുക്ക് ചെയ്യുക, വന്നോളുക, കയറി വരിക, നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ രണ്ടാമത്, ഈ നാളെ സൺഡേ, മറ്റന്നാൾ സൺഡേ, ഇതേ മണി അബൻഡൻസിൻ്റെ ഒരു 108 ടെക്നിക്കിൻ്റെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. 108 സംഖ്യയെ പറ്റി ഞാൻ പറയണ്ടല്ലോ, എന്താ സംഭവിക്കുന്നതെന്ന്. അത് പിന്നെ പ്രത്യേകിച്ച് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. മണി മാഗ്നറ്റ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്. യെസ്, ഗുഡ്. മണി മാഗ്നറ്റ് വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഞായറാഴ്ച രാത്രി 9:30 മണിക്ക് ചെയ്യുന്നുണ്ട്. ടെക്നിക്ക് പഠിപ്പിക്കാനൊന്നുമല്ല, മണിയുടെ എനർജിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്നുള്ള 108 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ പരിപാടിയാണ്. നിങ്ങളത് നിത്യവും പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും, ഇന്നലെ ഞാൻ അബൻഡൻസ് സ്ലീപ്പിംഗ് മെഡിറ്റേഷൻ തന്നിട്ട് ഇന്ന് രാത്രിയും കൂടി ചെയ്തേക്കാം. നിങ്ങൾ നാളെയും ചെയ്യാം, മറ്റന്നാളും ചെയ്യാം. ഞാൻ അതിൻ്റെ റെക്കോർഡ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും രാത്രി കിടക്കും. ഇന്നലെ തന്നെ എല്ലാവർക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ റിസൾട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെവിയിൽ കേൾക്കുക, രാത്രി ഉറങ്ങുമ്പോൾ ഉപയോഗിച്ചോളുക. അതുപോലെ തന്നെ ഈ ടെക്നിക്ക്, ഇപ്പോൾ പറയുന്ന ഈ ടെക്നിക്ക് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. സൺഡേ ഈവനിങ് ആണ് ക്ലാസ്. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ അറിവിനപ്പുറത്തേക്ക്, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ അറിവുകളുടെ അപ്പുറത്തേക്ക് പ്രാക്ടീസിന് വേണ്ടി തരുന്ന മെത്തേഡുകളാണ്. അറിവ് വേണം, അത് പഠിക്കണം, സമ്പത്തിന് ഉപയോഗിക്കുന്ന രീതികൾ അറിയണം, ഒക്കെ അറിയണം. ഞാൻ അടുത്ത് തന്നെ ഒരു ക്ലാസ്സും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. 100 laws of wealth എന്നുള്ള സമ്പത്തിൻ്റെ 100 നിയമങ്ങൾ. 100 നിയമങ്ങൾ, അയ്യോ ഇത്രയും ഉണ്ടാവില്ലേ, നമ്മൾക്ക് 1-2 അറിയില്ല അല്ലേ. 100 നിയമങ്ങളുണ്ട് സമ്പത്തിൻ്റെ. ഇത് നമുക്ക് ഒരു ദിവസം വിശദമായിട്ട് 100 എപ്പിസോഡുകളായിട്ട് ചേർന്ന് കരുതിയ, പക്ഷെ അത്രയും ആൾക്കാർ ഉണ്ടെങ്കിൽ നിയമങ്ങൾ എന്തിനാന്ന് വെച്ചാൽ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ, അപ്പോൾ നിങ്ങൾ ബാക്കി അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല. അഡ്മിനെ വിളിച്ചോളുക, നിങ്ങൾ ജോയിൻ ചെയ്തോളുക, ബാക്കി എല്ലാ കാര്യങ്ങളും എടുക്കാൻ. ഞാൻ ഇനി കുറച്ച് ദിവസങ്ങളിൽ സമ്പത്തിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കും. കാരണം വെച്ചാൽ ഒരു സൈഡിൽ ഞാൻ മൈൻഡിനെ പറ്റി കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മൈൻഡ് മാറിയാൽ മാത്രമേ സമ്പത്ത് മാറത്തുള്ളൂ കേട്ടോ, അത് ഉറപ്പാണ്. മൈൻഡ് സെറ്റ് മാറ്റാത്തടത്തോളം സമ്പത്തിനെ മാറ്റാൻ ആരും ശ്രമിച്ചു നോക്കരുത്. സമ്പത്ത് എന്ന മൈൻഡിൽ ഒരു ഘടകം മാത്രമാണ്. അപ്പോൾ മനസ്സിനെ മാറ്റുന്ന പ്രക്രിയകൾ, ഞാൻ മെമ്പർഷിപ്പ് കാര്യങ്ങൾ പറയില്ല. സ്റ്റാൻഡേർഡ് മെമ്പർഷിപ്പ്, അഡ്വാൻസ് മെമ്പർഷിപ്പ്, എലൈറ്റ് മെമ്പർഷിപ്പ് എടുക്കുക. അത് നിങ്ങൾ മനസ്സിനെ മാറ്റുക. അത് കുറേ ദിവസം അതിനിടയിൽ സാമ്പത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. ഇത് രണ്ടും സെറ്റായാൽ മാത്രമാണല്ലോ. ഇപ്പോൾ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഞാൻ നൽകുന്നുണ്ട്, മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വെൽത്തി ലൈഫ്, അത് ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കോഴ്സാണ്. സമ്പത്തിൻ്റെ കൃത്യമായ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന്. അതേപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും പറയല്ലേ, നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നു, ഒരുപാട് ആൾക്കാർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്, സന്തോഷമാണ്. ഇന്നും ഒരാൾ പറഞ്ഞു, സാറേ 5000 അടിച്ചു, സന്തോഷമാണ്. പക്ഷേ വീണ്ടും പറയുന്നു, ലോട്ടറി അടിച്ചത് കൊണ്ട് മാത്രം സമ്പന്നരാവാൻ പറ്റില്ല. സമ്പന്നരാവണമെങ്കിൽ ആ മെൻറ്റാലിറ്റിയിലേക്ക്, ആ സ്റ്റേറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. കാശുണ്ടായാൽ കാശ് നിർത്താൻ അറിയണം, കാശിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയണം, കാശ് ഉപയോഗിക്കാൻ അറിയണം. ഇതില്ലാത്തടത്തോളം കാലം കാശ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പം ഞാനൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ലോട്ടറി വിന്നിങ് ടെക്നിക്ക്. ലോട്ടറി വിന്നിങ് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിൻ്റെ ഊർജ്ജത്തെ നിലനിർത്തുന്നത് എന്നാണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമല്ല, ലോട്ടറി അടിച്ചവരിപ്പോൾ എൻ്റെ അറിവിൽ ഒരു ആൾ എന്നോട് ഇപ്പോൾ നിങ്ങളോട് പബ്ലിക് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു, സാറേ എനിക്കൊരു ലോട്ടറി അടിച്ചു, പക്ഷെ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അസൂയ വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറിനോട് മാത്രം പറയാം, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 20 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു.
സന്തോഷമുള്ള കാര്യം. പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? 3 മാസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ ആയിക്ക് സന്തോഷം, എന്താ കുഴപ്പം? പക്ഷെ എന്താണെന്നറിയോ സാറ്, വിഷയം എന്താണെന്നറിയോ? പറഞ്ഞതിൻ്റെ ബാക്കിയും കൂടി പറഞ്ഞു. വിഷയം എന്താ അറിയോ? പൈസയൊക്കെ വെച്ച് സാറിന് 1,00,000 തരണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ഛന് തീരെ വയ്യാണ്ടായി, ഹോസ്പിറ്റലിലായി. എനിക്കൊരു 13 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ബില്ലായി. എന്നിട്ടോ അച്ഛൻ സുഖമായോ? അച്ഛൻ പോയതിന് ശേഷമാണ് ഞാൻ അച്ഛൻ പോയി എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണേ. എപ്പോഴാണ് പറഞ്ഞു? അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞു. സാറിനോട് പറയാൻ പറ്റിയില്ല, പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അച്ഛനെങ്കിലും കിട്ടിയേനെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല സമ്പത്ത് എന്ന് പറയുന്നത്. നല്ല അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. പക്ഷെ സമ്പത്തിന്റെ ഊർജത്തെ മാനേജ് ചെയ്യാൻ അറിയാതിരുന്നു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുന്നൊന്നും കാര്യമില്ല. നാളത്തെ രാത്രി, ഞായറാഴ്ച രാത്രി 108 മണി മാഗ്നറ്റ് വിഷ്വലൈസേഷൻ 108 കീ ടെക്നിക്സ് പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ വിത്ത് ക്ലാസ് നിൽക്കുന്നുണ്ട്. 9:30 മണിക്ക് തുടങ്ങാം. 10 മണിയാകുമ്പോഴേക്കും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എല്ലാം റെഡി ആയിരുന്നോളൂ, എല്ലാവരും വന്നോ. യെസ്. അപ്പോൾ ബാക്കി അഡ്മിൻ നമ്പർ ഒന്ന് കൊടുത്തോളൂ. ഞാൻ ചാറ്റ് ബോക്സിൽ അഡ്മിൻ നമ്പർ എടുത്തുതരാം, നിങ്ങൾ വിളിച്ചോളൂ. 7510792454. എനിക്ക് എന്നെ ഏറ്റവും മാറ്റപ്പെടുത്തി, ഇന്ന് എനിക്ക് ഒരാളോട് പോലും ഒരു തരത്തിലുള്ള എന്നെ പറ്റിച്ചവരോ ഒരാളോട് ഒരു പേഴ്സൻറ്റേജ് പോലും എനിക്ക് എന്താ പറയുക, വിരോധമെന്ന വാക്ക് പറയുന്നുണ്ട്, എങ്ങനെ പറയാം, വിരോധമോ സങ്കടമോ ദ്വേഷമോ കുറ്റബോധമോ ഒന്നുമില്ലാതെ എന്നെ ഇത്രയും ക്ലീൻ ആക്കി മാറ്റിയത് എൻ്റെ ഒറ്റ പ്രാക്ടീസാണ്. അത്രയും എൻ്റെ സുഹൃത്തെന്നോ അല്ലെങ്കിൽ ബന്ധുവെന്നോ ശത്രുവെന്നോ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലാതെ എനിക്ക് എല്ലാവരോടും ഒരുപോലെ, ക്ലാസ്സിൽ കയറുന്നവനോട് ഒരുപോലെ, കാശ് 1,00,000 തന്നവനോട് ഒരുപോലെ, 10 ലക്ഷം തന്നവനോട് ഒരുപോലെ, 1 രൂപ തന്നവനോട് 1 രൂപ തരാത്തവരോട് ഒരുപോലെ, വീട്ടിലെ നമ്മുടെ സഹോദരങ്ങളോട് ഒരുപോലെ, ബന്ധുക്കളുടെ ഒരു, അയൽവാസികളുടെ ഒരു, എല്ലാവരും ഒരുപോലെ ആക്കിയത് ഒരൊറ്റ പ്രാക്ടീസാണ്. അതിൻ്റെ പവർ നിങ്ങൾക്കാർക്ക് പറഞ്ഞറിയത്തില്ല. ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ഫോർഗിവ്നെസ്. ആരോടുമല്ല, എന്നോട് മാത്രം. സ്വയം. ഈ ഒരു എനർജി ഉണ്ടല്ലോ, നിങ്ങൾക്കാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ എനർജി അത് അനുഭവിച്ച് തന്നെ അറിയണം. ഒന്നുമില്ല, ഇങ്ങനെ നമ്മളിന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, വിശാലമായ ഒരു ശൂന്യാകാശത്തു കൂടി നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. താഴെ എല്ലാം കാണാം. കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് നിങ്ങൾക്ക് ഒഴുകി നടക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ പേരാണ് ഫോർഗിവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, വീണാൽ എവിടെയും വീഴില്ല, അവിടെ കിടക്കും. ഒന്നുമില്ല. അത്രയും ലഘുത്വം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നൽകുന്ന ഏറ്റവും പവർഫുൾ പ്രാക്ടീസ്. എങ്ങനെ പ്രാക്ടീസ് എന്നൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം മിറാക്കിൾ മോർണിംഗ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. എന്തിനോടൊക്കെ നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാനുണ്ട്, അതിനോടൊക്കെ ചോദിച്ചോളാം. എന്തിനോടൊക്കെ നിങ്ങൾ നന്ദി പറയാനുണ്ട്, അതിനോടൊക്കെ നന്ദി പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കാർഡിനോടാട്ടോ. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ സാധനം കമ്മ്യൂണിസ്റ്റ് കാർഡ്. അല്ലേ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള സാധനത്തിൻ്റെ പേരാ പറഞ്ഞു. ഒറ്റൊന്നല്ല കേട്ടോ, നീ അതിൽ കയറിയിട്ട് ആരും നീ വേറെന്തോ ഉദ്ദേശിച്ചു, അങ്ങനെ ഒന്നല്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും കൂടുതലുള്ള കാർഡിൻ്റെ പേരാ പറഞ്ഞു. ഇല്ല അല്ലേ? ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, മാനിഫെസ്റ്റേഷനിൽ ലോട്ടറി അടിക്കുമോ എന്ന്. ഇല്ല, ഒരിക്കലും അടിക്കില്ല. ലോട്ടറി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ലോട്ടറി അടിക്കത്തുള്ളൂ. ഉത്തരം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറി ആരെങ്കിലും നിങ്ങളോട് പറയാണ് മാനിഫെസ്റ്റേഷനിലൂടെ ലോട്ടറി അടിക്കുമെന്ന് വെച്ചാൽ, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തോ, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കുന്നതിന് മാനിഫെസ്റ്റേഷൻ ചെയ്തോളൂ. കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാത്രം, കിട്ടുമോ എന്ന മാനിഫെസ്റ്റേഷനിൽ കിട്ടത്തില്ല. എനിക്ക് ലോട്ടറി അടിക്കുമെന്ന ഉറപ്പിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട്, മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ആദ്യം പഠിക്കണം. നിങ്ങൾ കേൾക്കുന്നതല്ല മാനിഫെസ്റ്റേഷൻ ശരിക്കും അറിഞ്ഞാൽ മാത്രം. മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം സാക്ഷാത്കാരം എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താണോ വേണ്ടത് അതിനെ സാക്ഷാത്കരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് മറ്റെന്തോ സംഭവം, അങ്ങനെയൊന്നുമല്ല മാനിഫെസ്റ്റേഷൻ. അപ്പം ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്ന സാക്ഷാത്കാരം ആദ്യം ചെയ്യണം. അപ്പം എന്തിനാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ലോട്ടറി ടിക്കറ്റ് ഒരുത്തൻ എടുക്കുന്നുണ്ടെങ്കിൽ അടിക്കുമോ എന്തോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എന്തിനാണ് അവൻ എടുക്കുന്നത്? എടുക്കാതിരുന്നാൽ പോരെ. എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കടിക്കും എന്ന ഉറപ്പിലൂടെയാണ് അവൻ എടുക്കുന്നത്. അങ്ങനെ ഉറപ്പുള്ളവൻ എടുക്കുകയാണ് മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട. അപ്പോൾ അവൻ അടിക്കും.
സംഭവം അത്രയേ ഉള്ളൂ. ഇത് നമ്മളെന്താ നോക്കുന്നതെന്നറിയോ? ഒരു സിമ്പിളായിട്ട് പറയാം, ഇയാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കുറച്ചും കൂടി വിപുലമായി പറയാം. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ആദ്യം പോയി കടയിൽ വിളിച്ച് 100 ലോട്ടറി ടിക്കറ്റിൻ്റെ എല്ലാത്തിൻ്റെ നമ്പർ നോക്കും. ഏത് നമ്പറാണ് ഏറ്റവും സൂപ്പർ. എന്നിട്ട് നിങ്ങൾ കണക്കൂട്ടി കുറേ നമ്പറുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. 6, 4, 3, 2 ഇതിൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെ എല്ലാം കൂടിയിട്ട് നിങ്ങളൊരു നമ്പർ എടുക്കും. എന്നിട്ട് ഈ നമ്പറിന് അടിക്കും. എടേ, കാശ് വരുന്നത് ആ നമ്പറിലേക്കാണോ നിനക്കാണോ? കാശ് ആരിലേക്കാണ് വരേണ്ടത്? ആ നമ്പറിലേക്കാണോ കാശ് വരേണ്ടത്? നിന്നിലേക്കാണോ? നിന്നിലാണെങ്കിൽ പൂർണ്ണമായും നിന്നെ വിശ്വസിക്കൂ. എനിക്ക് കാശ് വരും, എനിക്ക് കാശിന് അർഹതയുണ്ട്. നേരത്തെ പറഞ്ഞു എനിക്ക് കാശിന് അർഹതയുണ്ട്, അതിനു വേണ്ടി ഞാൻ നിൽക്കുന്നു, എനിക്ക് കാശ് വരും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ നീ എടുത്തോ. ഏത് നമ്പറാണെന്നും അല്ല വിഷയം. അവിടെ നിന്റെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ വിശ്വാസം, നമ്മുടെ അകത്തുള്ള അചഞ്ചലമായിട്ടുള്ള പവറിലേക്കാണ് യൂണിവേഴ്സ് ആ മണി ഒഴുകി വരുന്നത്. അല്ലാതെ 4ലേക്കും 6ലേക്കും 2ലേക്കും 4ലേക്കും ഒന്നും അല്ല. അതൊക്കെ സിംബോളിക്കാണ്. അതൊക്കെ നമ്മളെ മാറ്റപ്പെടുത്താനുള്ള സിംബോളിക് കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് 9 എന്ന നമ്പർ, മോഹന് 9 എന്ന നമ്പർ ലക്കി നമ്പറാണ്. സ്ഥാപിച്ചു. എവിടെ സ്ഥാപിച്ചു? ഇതിനകത്ത് സ്ഥാപിച്ചു. 9 എൻ്റെ ലക്കി നമ്പറാണ്. എന്നെ എപ്പോൾ മോഹൻ എവിടെ കണ്ടാലും 9 കാണുമ്പോൾ മോഹൻ ഓർക്കും ഇതെൻ്റെ ലക്കി നമ്പറാണ് കേട്ടോ. ഇതാണ് ദാറ്റ്സ് ക്രിയേറ്റ് വൈബ്രേഷൻ. ലക്കി വൈബ്രേഷൻ അവിടെ സ്റ്റാർട്ടായി. നിങ്ങൾ എൻ്റെ ന്യൂമറോളജി ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ? കാണും. നിങ്ങൾക്ക് ന്യൂമറോളജിയിൽ ഒരു 369 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് ന്യൂമറോളജി ടെസ്റ്റ് എടുക്കാം. അതിൽ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ ഏതൊക്കെ എനർജി ലെവലുകളാണ് നിങ്ങൾക്ക് വരുന്നത്. വെറും സിമ്പിൾ, വളരെ കൃത്യമായ സയൻസാണ്. നിങ്ങൾ വെച്ച് നോക്കിയാൽ മതി. എവ്രിതിങ് ഫോർ യുവർ മൈൻഡ് പ്രോഗ്രാമിംഗ്. നിങ്ങളുടെ മനസ്സിന്റെ പ്രോഗ്രാമിങ്ങുകളാണ് ഇതെല്ലാം നടക്കുക. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് സിമ്പിളായിട്ട് എടുക്കരുത്. ഇത് പുറത്ത് കാണുന്നത്ര സിമ്പിൾ അല്ല. അകത്ത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ക്ലാസ് സമയം പോകും, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന് പറയുന്ന വളരെ പ്രബലമായ ഒരു തന്ത്ര മെത്തേഡ് ഉണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്. 112 നിയമങ്ങളിൽ ഒരു നിയമമാണ് ശിവൻ പറയുന്ന. വിജ്ഞാന ഭൈരവ മൊത്തം അങ്ങനെയാണ്. ഒരു കാര്യം പറയണം, മനുഷ്യൻ്റെ എല്ലാ വ്യാധികളുടെയും കാരണം അവനവൻ്റെ മനസ്സിൻ്റെ അടിമയായത് കൊണ്ടാണ്. ഇല്ലേ? അതല്ല എന്ന് ആരെങ്കിലും പറ. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും, നല്ലതും ചീത്തയുമായ എല്ലാ വിഷയങ്ങൾക്കും കാരണം നമ്മൾ മനസ്സിൻ്റെ അടിമയായത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സ് നമ്മൾ അടിമയാവണോ, നമ്മൾ മനസ്സിൻ്റെ അടിമയാവണോ എന്ന് മാത്രമാണ്. ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ പ്രോസസ്സാണ്. മനസ്സിൻ്റെ പിടുത്തത്തിൽ നിന്നും നമ്മളതിൽ നിന്ന് മോചിപ്പിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമായി പറഞ്ഞു. അവിടെ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതല്ലോ. അത് തന്നെ രണ്ടാമതും അയാൾ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി എടുക്കാതെ ഇരിക്കുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ പറഞ്ഞിട്ടില്ല? ഇവിടെ ലൈവ് ക്ലാസ്സിലിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കൂ, എവിടെയെങ്കിലും ഞാൻ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും റെക്കോർഡ് എടുത്തിട്ട് വന്നോ? നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, കൃത്യമായി പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ എന്ത് കേട്ടു? ഞാൻ പണ്ട് 9 വർഷം മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ID മാറ്റിയതാണ്. ഇപ്പോഴും അത് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തു പറയുന്നു അതിന് പൂർണ്ണമായ ഉത്തരവാദി ഞാനും. നിങ്ങൾ എന്ത് കേട്ടു എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. അത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ സന്തോഷത്തിലെ യാത്രയിലേക്ക് പോട്ടെ. ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ എല്ലാ പിള്ളേരും കയറിക്കോളൂ കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.